നല്ല ടേസ്റ്റ് ഉണ്ട്. അധികം പൊടിയൊന്നുമില്ല. ഉപ്പെല്ലാം രാവിലെ ഇട്ടതല്ലേ. ഇന്ന് നമ്മൾ ഇതാ തേങ്ങ കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാം. ഇന്ന് ദോശ ഇഡലി എല്ലാം ആക്കാനാണ്. ഇതിൻ്റെ ഉള്ളിലെ ഒരു സ്പോഞ്ച് പോലത്തെ സാധനമല്ലേ, പൊങ്ങെന്ന് പറയൂ, അതിലൊരു റെസിപ്പി ഉണ്ടാക്കാം. കുറേ മുളച്ചിട്ടുണ്ട്. ഇതാ ഇത് മഴക്കാലത്ത് പുറത്തിട്ടിട്ട് ഇത് മുളച്ചതാണ്. ദോശയെല്ലാം നല്ല പാങ്ങാണ്. ദോശ ഇഡലി എല്ലാം ആക്കിയെങ്കിൽ നല്ല പാങ്ങാണ്, സോഫ്റ്റായിട്ട് കിട്ടുന്ന. നമ്മളധികം ഉണ്ടാക്കലുണ്ട്. അപ്പം നമുക്കിത് ഒലിക്കാം. ഇപ്പം ഇതിനെ ഞാൻ ആദ്യം മണ്ണെല്ലാം ഉണ്ട് പുറത്തിട്ടിട്ട് ആദ്യം ഒലിച്ച് നോക്കാം. ഏതാ ഇത് ഉണ്ടാവുമെന്ന് അറിയില്ല, പൊട്ടിച്ച് നോക്കുമ്പോഴേ അറിയാൻ പറ്റും. വെള്ളമുണ്ട്, അപ്പോൾ ഉണ്ടാവും തോന്നുന്നു. ഓക്കെ, നമുക്കിത് പൊട്ടിച്ച് നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകുന്ന. ആദ്യം ഇതെടുക്കാം. ഇതാ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, തേങ്ങ നല്ല ഫ്രഷ് തന്നെ ഉണ്ട്. ഇതാ കണ്ടോ, കുറച്ചിടെ കേടായിട്ടുണ്ട്. കേടല്ല, ഒരു കറുപ്പ് ഇതായിട്ടുണ്ട്. എല്ലാത്തിനും വെള്ളമുണ്ട് അല്ലേ. 3 എണ്ണത്തിലുണ്ട്. എന്താ നല്ല പൊട്ടിച്ചിട്ടുണ്ട്. 3 ഉണ്ട്. ഇതില്ലേ തിന്നാനും നല്ല പാങ്ങുണ്ടാന്ന്. ഇല്ല, നമ്മ എണ്ണ എല്ലാം ആക്കുമ്പോ പൊട്ടിക്കുമ്പോ കുറെ ഉണ്ടാന്നല്ലേ, അപ്പൊ നമുക്ക് തിന്നാനെല്ലാം ആകുന്നില്ലല്ലേ. കുറെ ഉണ്ടാകുമ്പോ തിന്നാനാകുന്നില്ലല്ലേ. അപ്പൊ നമുക്ക് ദോശ അതെല്ലാം ആക്കുന്നേ. നമ്മ കുറെ കിട്ടുമ്പോ ദോശ എല്ലാം ആക്കുന്നേ. അങ്ങനെ ഇപ്പൊ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ ദോശ ആക്കണെങ്കിൽ. ഇതെല്ലാം കട്ടാക്കിട്ട് എടുക്കാം. ഇത് അടർത്തി എടുക്കാൻ വരുന്നില്ല. എന്താ ഇത് കറിക്കല്ലേടാ, നല്ല ഭാഗമുണ്ടാവും മാത്രം. തിന്നു നോക്കാം മധുരം ഉണ്ടാകും. പാങ്ങണ്ട പാങ്ങണ്ട, നല്ല പാങ്ങുണ്ട്. നല്ല മധുരമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ ദോശ ആക്കിയിട്ടുണ്ടോ? എല്ലാം കമൻറ്റ് ചെയ്യണം. കണ്ടോ, നമുക്കില്ല ഇത് കട്ടാക്കി എടുക്കാം. ഞാൻ ഗ്രൈൻഡറിലാണ് അരക്കുന്നത്, അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ടാക്കാം. മിക്സിയിൽ വെച്ചെടുക്കാം. മുറിച്ചിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരക്കാനിടാം. ഇത് മാത്രമല്ല, അരി വേണം. ഇത് അരിയെല്ലാം ഞാൻ നേരത്തെ വെള്ളത്തിലിട്ടിനി. ഇത് 2 ഗ്ലാസ് അരിയുണ്ട്. 2 ഗ്ലാസ് പച്ചറിയും 1 ടീസ്പൂൺ ഉരുവ ഇട്ടിനി. 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിനി. കൈയിട്ട് വെച്ചത് അരക്കാനിടാം. ഇത് ഒരുമിച്ചിട്ടിട്ട കാര്യമില്ല, അങ്ങനെ ഞാൻ കുറച്ചായിട്ട് ഇടുന്നത്. ഗ്രൈൻഡർ അല്ലേ, മിക്സിയിലാണെങ്കിൽ എല്ലാം ഒരുമിച്ചിട്ട് ഇട്ടിട്ട് അരക്കാം. അത് നൈസായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഇട്ടിന് നേരത്തെ, കുറച്ചിടാം. മൂടി വെക്കാം. കുറച്ച് മാറ്റിട്ട് അരിഞ്ഞ് നോക്കാം. അരിഞ്ഞിട്ടുണ്ട്, എടുക്കാം നമുക്ക്. കുറച്ച് വെള്ളം ഇട്ടിട്ട് ഇതാ മാവില്ലേ, ഉഴുന്നിൻ്റെ ദോശ ആ പാകത്തിലുണ്ട്. കട്ടി ആ ഒരു പാകത്തിൽ അരച്ച് വെച്ചാൽ മതി. ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് വെക്കാം. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം 6 മണിക്ക് അരച്ച് വെക്കുന്നേ. നാളെ രാവിലെ ദോശ ചൂടാം. ഇന്നലെ അരച്ച് വെച്ച മാവ് എന്തായാലും നോക്കാം. ഇന്നലെ വൈകുന്നേരം അരച്ച് വെച്ചത്.
ഇതാ കണ്ടോ, പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലോണം മിക്സാക്കാം. ഇനി ഉപ്പിട്ടില്ല, ഉപ്പിടാം. ഇപ്പോൾ ഉപ്പിട്ടിട്ട് മിക്സാക്കാം. പിന്നെ ഇത് അധികം പൊങ്ങി വരല്ല, എന്താന്ന് പറഞ്ഞ് ഇന്നൊന്നും ഇട്ടിട്ടില്ലല്ലോ. എന്നാലും അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിന്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. തീ കത്തിക്കാം. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. എണ്ണ തുറത്ത് കൊടുത്തു. ഇങ്ങനെ ഈ മാവ് ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലോണം കുമ്പളകളെല്ലാം വന്നിട്ടുണ്ട്. ബബിൾക്ക് മൂടാം. ഇതാ നല്ല സോഫ്റ്റ് ദോശ, ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഉഴുന്നൊന്നും ഇടാതെ വെറും പൊങ്ങിൽ ആക്കിയെടുത്ത ദോശ. ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. ഓരോ ദോശ ചുടുമ്പോഴും ഇങ്ങനെ മിക്സാക്കി ഒഴിക്കണം. മൂടി വെക്കാം. ഉഴുന്ന് സോഡപ്പൊടിയൊന്നും ഇടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ, പൊങ്ങ് കൊണ്ടുണ്ടാക്കിയ ദോശ. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് ആക്കുന്നുള്ളൂ, രണ്ട് സൈഡ് വേണമെങ്കിൽ മറിച്ചിടാം. സൈഡും ചിലപ്പോൾ ഇങ്ങനെ ആയിന് നോക്കും. ആഹാ, നല്ല സൂപ്പർ ദോശ. ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. എണ്ണാക്കുമ്പോൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇല്ലേ ഇതുപോലത്തെ പൊങ്ങയെല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ നെയ്യോ എണ്ണയോ ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ കഴിക്കാം. ഇതാ ദോശക്ക് ചട്നി ആക്കിയിട്ടുണ്ട്, തേങ്ങ ചട്നി. പിന്നെ സാമ്പാറും ഉണ്ട്. നല്ല സോഫ്റ്റ് ദോശ കണ്ടോ. ഞാനത് തിന്ന് കാണിക്കുന്നു. സ്പോഞ്ച് പോലത്തെ ദോശ കഴിച്ചു നോക്കാം. നല്ല പാങ്ങ, നല്ല ടേസ്റ്റ് ഉണ്ട്. തേങ്ങ ഒഴിക്കുമ്പോൾ പൊങ്ങയെല്ലാം കിട്ടിയെങ്കിൽ ഇതുപോലെ ആക്കണം. നമ്മൾ എണ്ണ എല്ലാം ആട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ എല്ലാം ഒഴിക്കൂലേ കുറേ, അപ്പം എല്ലാം മുളച്ചിട്ടുണ്ടാകും. അപ്പം ആക്കി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. തേങ്ങയുടെ പൊങ്ങായിട്ടുണ്ടാക്കിയ ദോശയാണ്, തിന്നു നോക്കാം. സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്.